നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ തളിക്കുളം സെന്റർ അവലോകന യോഗവും പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിനിൽ സമ്മാനാർഹരായവർക്കുള്ള സമ്മാന വിതരണവും സെന്ററിൽ നടന്നു. പ്രസിഡന്റ് ഡോക്ടർ പി നാരായണൻ ഉണ്ണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി വ്യാസബാബു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ തങ്കമ്മ ഡേവിസ് വരവ് ചെലവ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സീനിയർ നഴ്സ് ജയശ്രീ, ഫിസിയോതെറാപ്പിസ്റ്റ് അശ്വതി എന്നിവർ സർവീസ് റിപ്പോർട്ടുകളും സക്സസ് സ്റ്റോറികളും അവതരിപ്പിച്ചു. ലയൺസ് ക്ലബ് മുൻ പ്രസിഡന്റ് RI സക്കറിയ സമ്മാനദാനം നിർവഹിച്ചു. ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ പ്രവർത്തനാവലോകനം നടത്തി. വൈസ് പ്രസിഡന്റ് AA ആന്റണി നന്ദി പറഞ്ഞു. ഭാരവാഹികളായ റാൻസി, റിയാസ്, ഡേവിസ്, ഷെരീഫ് മാസ്റ്റർ, ഫിറോസ്, ജോസ് താടിക്കാരൻ, ജിഹാസ് തുടങ്ങിയവർ സംസാരിച്ചു. പാലിയേറ്റീവ് കെയർ പരിശീലനം പൂർത്തിയാക്കാത്ത ആൽഫയിലെ നഴ്സുമാർക്കുള്ള പരിശീലന പരിപാടി ആൽഫ എടമുട്ടൻ തറവാട്ടിൽ ആരംഭിച്ചു. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പാലിയേറ്റീവ് നഴ്സിംഗ് എന്ന 12 ആഴ്ചകളിലായി നടക്കുന്ന കോഴ്സിന്റെ ക്ലാസുകൾ എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 10 മുതൽ വൈകുന്നേരം 3:30 വരെയാണ് നടക്കുക. ഒന്നിക്കാം ചരിത്രം സൃഷ്ടിക്കാൻ എന്ന പേരിൽ ആൽഫ കുട്ടനാട് സെന്റർ ഏകദിന വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കും. ആൽഫയുടെ സന്നദ്ധ പ്രവർത്തകർക്കും സ്റ്റാഫിനും വേണ്ടി നടത്തുന്ന ശില്പശാല ജൂൺ 13 ശനിയാഴ്ച മുട്ടാർ റിവർസൈഡ് ഇന്നിലാണ് നടക്കുക. പ്രസിദ്ധ കരിയർ ഗൈഡൻസ് വിദഗ്ധൻ പ്രൊഫസർ CS ജോസഫ്, ഡോക്ടർ മുഹമ്മദ് അലി, കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ എന്നിവർ ക്ലാസുകൾ നയിക്കും. ആൽഫ കുട്ടനാട് സെന്റർ പ്രസിഡന്റ് ചന്ദ്രമോഹൻ നായർ, സെക്രട്ടറി MG കൊച്ചു, ട്രഷറർ ബെറ്റി ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകും. ആൽഫ മാള സെന്റർ ഫിസിയോതെറാപ്പി വിഭാഗത്തിലെ അംഗങ്ങൾക്കായി വിനോദയാത്ര സംഘടിപ്പിക്കും. ജൂൺ 16 ചൊവ്വാഴ്ച ആലപ്പുഴ ഹൗസ് ബോട്ട് യാത്രയാണ് ഇവർക്കായി ഒരുക്കുന്നത്. ജീവിതത്തിൽ സന്തോഷവും മാനസികോല്ലാസവും പകരുന്നതിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും പരസ്പര സൗഹൃദവും സാമൂഹിക ഇടപെടലും വളർത്തുന്നതിനുമാണ് യാത്ര ലക്ഷ്യമിടുന്നത്. വോളണ്ടിയർമാരും പങ്കെടുക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.